അസ്സലാം വലൈക്കും മർഹബൻ അഹ്ലം വസഹല. നമ്മളൊരു പുതിയ ഏരിയ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ലേഷൻ ആണ് ഈ പേപ്പറിന്റെ പേര്. അപ്പൊ ഇതില് കാര്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണത് ട്രാൻസ്ലേഷൻ തന്നെയാണ്. വ്യത്യസ്തമായ മേഖലകളിലുള്ള ഏകദേശം ഒരു 9 യൂണിറ്റുകളാണ് ഇതിലുള്ളത്. ആ യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ മേഖലകളിലുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള ഭാഷകളെ പരിചയപ്പെടാൻ സാധിക്കുന്ന ഒരു ഹെൽപ്ഫുൾ ആയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ ഇതിൽ ഓൺലി ട്രാൻസ്ലേഷൻ ഫോക്കസ്ഡ് ആക്കിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള യൂണിറ്റുകളെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ അപ്പുറത്ത് ഞാൻ ഈ ഇൻട്രോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ഒരു ഏത് ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ഫേസ് ചെയ്യേണ്ടത്, അതുപോലെ ഇത് പഠിക്കേണ്ട മെത്തേഡ് എങ്ങനെയാണ്, ഇതിൽ ഏതൊക്കെ ഏരിയകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയിട്ട് പഠിക്കാൻ മാത്രം നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രമാത്രം ഒന്നുമില്ല. വളരെ സിമ്പിളായ പെരിഫറലായ നമുക്ക് ബേസിക് ഒരു ഈ ആയ കഴിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതായ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് വളരെ നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ജോബ് ഓറിയന്റഡ് ആയ അല്ലെങ്കിൽ ഈ ലാംഗ്വേജിനോടുള്ള താല്പര്യം ഒക്കെ ഉള്ള ആളുകൾക്ക്, കൂടുതൽ എൻഹാൻസ്മെന്റും ഇമ്പ്രൂവ്മെന്റും ഒക്കെ ആവശ്യമുള്ള ആളുകൾക്ക് നല്ല ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നല്ല കൃത്യമായ ആക്ടിവിറ്റി ഓറിയന്റഡ് നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിനെ ആസ് എ ബെസ്റ്റ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ നല്ലൊരു പഠിതാവ് എന്ന നിലക്ക് ഇതിനെങ്ങനെ നോക്കി കാണണം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ ഒബ്ജക്റ്റീവ്, ഈ ടെക്സ്റ്റ് ബുക്ക് പൂർണ്ണമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ 4 എബിലിറ്റി, ഈ നാല് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, മാസ്റ്റർ ട്രാൻസ്ലേഷൻ ടെക്നിക്സ് ഫോർ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് ആണ്. ഓരോ ട്രാൻസ്ലേഷനും ഒരു ജനറലായ ഒരു ഔട്ട്ലുക്ക് ഭാഷയെ കുറിച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആശയപരമായ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഓരോ മേഖലകളിലും വ്യത്യസ്തമായ ഭാഷകളുണ്ട്, ടെർമിനോളജികളുണ്ട്. രണ്ടാമത് ടെർമിനോളജി. അപ്പോ ഈ ടെക്നിക്സ് എന്ന് പറയുന്നത്, ടെക്നിക്സ് അറിയാന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്ക് ചെറിയൊരു ഭാഷ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. ലീഗൽ ട്രാൻസ്ലേഷന്റെ ടെക്നിക്സുകൾ ഉണ്ട്. ഒഫീഷ്യൽ ലെറ്റർ മേക്കിംഗ് അതിൻ്റെതായ മെത്തേഡുകൾ ഉണ്ട്. വിസക്ക് അതിന്റെ മെത്തേഡുകൾ ഉണ്ട്. ഓരോ ഫീൽഡിലും ആ ഒരു മെത്തേഡുകൾ ഉണ്ട്. ഇനി ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് മെത്തേഡ് മാറാം. ഇപ്പൊ ഒരു പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ ചെയ്യുന്ന ഫോർമാറ്റ് ആയിരിക്കില്ല എന്നല്ല, അല്ല അറബിയിൽ ചെയ്യുന്ന ഫോർമാറ്റ്. അപ്പൊ ഓരോന്നിന്റെയും ഫോർമാറ്റുകൾ, ട്രാൻസ്ലേഷന്റെ മെത്തേഡിന്റെ ഫോർമാറ്റുകൾ മനസ്സിലാക്കുക, ടെക്നിക്സ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ഈ ഇതിലൂടെ ലക്ഷീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് ടെർമിനോളജികളാണ്. ഇപ്പോ നമുക്കിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ AI യുഗമാണ്. അപ്പൊ AI കുറിച്ച് ഒരുപാട് മക്കാലകൾ എഴുതേണ്ടി വരും, അല്ലെങ്കിൽ സംസാരിക്കേണ്ടി വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടെർമിനോളജികൾ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു പെരിഫറലായി അല്ലെങ്കിൽ ജനറൽ ഒരു അറബി ഭാഷ കഴിവുണ്ട് എന്നതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനോ ഡിസ്കസ് ചെയ്യാനോ അതിനെക്കുറിച്ച് വിശദീകരിക്കാനോ എഴുതാനോ സാധിക്കില്ല. അപ്പൊ ഓരോ ഏരിയകളെ കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഓരോ ഏരിയകളെ കുറിച്ചുള്ള ടെർമിനോളജികൾ അറിയണം. മെഡിക്കൽ ഫീൽഡിൽ അതിന്റെ ടെർമിനോളജികൾ ഉണ്ട്, ലീഗൽ ഫീൽഡിൽ അതായിരിക്കും അതിൻ്റെതായ വേറെ ടെർമിനോളജികൾ ഉണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡില്, സ്പോർട്സ് രംഗത്ത്, ഒരാൾക്ക് സ്പോർട്സ് ന്യൂസ് ഏജൻസിയിലാണ് അല്ലെങ്കിൽ സ്പോർട്സ് പത്രങ്ങളൊക്കെ വായിക്കുന്ന ആൾക്ക് അതുമായി ബന്ധപ്പെട്ട വാക്കുകളും ടെർമിനോളജികളും കിട്ടുന്നത്. സാധാരണ ഒരേ ഒരു പദം നമ്മൾ സാധാ മലയാളത്തിൽ പറയുന്നതിന് പകരമായിട്ട് ടെർമിനോളജിയിലായി വരുമ്പോൾ അതിന്റെ ആശയങ്ങൾ മാറാറുണ്ട്. അപ്പൊ ടെർമിനോളജി മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതുകൊണ്ടാണ് വ്യത്യസ്തമായ 9 യൂണിറ്റുകളിൽ 9 വ്യത്യസ്ത മേഖലകളിലാണ് ഈ ടെക്സ്റ്റ് ബുക്ക് പോകുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒന്ന് ലിംഗ്വിസ്റ്റിക് അക്യുറസിയാണ്. ലിംഗ്വിസ്റ്റിക് അക്യുറസി എന്ന് പറഞ്ഞാൽ ഈ പ്രാക്ടീസിങ്, എത്രമാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുവോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക, അത്രമാത്രം അക്യുറസി നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ട്രാൻസ്ലേഷൻ ഒരു പ്രശ്നം, ഏതെങ്കിലും ഒരു ആശയത്തില് നമുക്ക് അതിന്റെ ഒരു അക്യുറസി നഷ്ടപ്പെട്ടാൽ അതിന്റെ മൊത്തം ആശയവും അല്ലെങ്കിൽ അതിന്റെ സ്റ്റൈല് വരെ മാറുന്ന ഒരു പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് അക്യുറസി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഞങ്ങൾക്ക് ഒരു ഏരിയ, ഫോർ എക്സാമ്പിൾ മെഡിക്കലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഒരു നെഫർ കൊടുക്കും. അതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസിങ് ആണ്. അതിലുള്ള എല്ലാ വേർഡ് ബൈ വേർഡ് പ്രാക്ടീസിംഗ് ഉണ്ട്, സെന്റൻസ് ട്രാൻസ്ലേഷൻ പ്രാക്ടീസിംഗ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലായില്ല ചെക്ക് ചെയ്യാനുള്ള പ്രാക്ടീസിംഗ് ഉണ്ട്, പ്രോഗ്രസ് ചെക്ക് ചെയ്യാനുള്ള പ്രാക്ടീസിംഗ് ഉണ്ട്. അങ്ങനെ മൊത്തത്തില്
ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതോടുകൂടെ ആ ആക്ടിവിറ്റീസുകളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അക്യുറസി നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പൊ അക്യുറേറ്റ് ആയ രീതിയിൽ ട്രാൻസ്ലേഷൻ, ജസ്റ്റ് അവിടെയും ഇവിടെയും 2-3 വാക്ക് പഠിച്ചിട്ട് ഒരു ഒപ്പിക്കൽ ട്രാൻസ്ലേഷൻ ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്ത് അക്യുറസി ഉണ്ടാക്കാൻ വളരെ പ്രാധാന്യമാണ്. പിന്നെ മറ്റൊന്ന് ട്രാൻസ്ലേഷൻ ടൂളുകൾ പരിചയപ്പെടുക എന്നുള്ളതാണ്. ആ ടൂളുകൾ പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഭാഷയിലുള്ള, ഇംഗ്ലീഷ് ഭാഷയിലും അറബിക് ഭാഷയിലും വൈസ് വേഴ്സ ട്രാൻസ്ലേറ്റ്, ചിലപ്പോൾ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കായിരിക്കും, ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്കായിരിക്കും. അപ്പൊ ഈ ഭാഷകൾ തമ്മിലുള്ള ടൂളുകൾ നമുക്ക് പരിചയിക്കേണ്ട അത്യാവശ്യമാണ്. അതെങ്ങനെ പരിചയം, രണ്ടിന്റെ ഫോർമാറ്റ് വ്യത്യാസമാണ്. ഇപ്പൊ ചില വാക്കുകൾ അറബിയിൽ ഉപയോഗിക്കുമ്പോൾ ആ വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിൽ അത് ഉപയോഗിക്കണമെന്നില്ല, ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ആശയം കിട്ടും. അപ്പൊ അവിടെ ഉപയോഗിക്കേണ്ടി വരില്ല. പിന്നെ സ്റ്റൈൽ തന്നെ മാറ്റം ഉണ്ടാകും, ഫ്രേസൽ വെർബുകൾ ഉണ്ടാകും, ഇഡിയംസ് ഒക്കെ ഉണ്ടാകും. ആ ഇഡിയംസിന് പകരമായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് മറ്റൊരു പദമായിരിക്കും, മറ്റൊരു പ്രയോഗങ്ങളായിരിക്കും. അപ്പോൾ ഇത്തരം ടൂളുകളൊക്കെ പരിചയപ്പെടാൻ എന്നുള്ളത് അനിവാര്യമാണ്. ഇതൊക്കെ പരിചയപ്പെടണം, വ്യത്യസ്തമായ മേഖലകളിലുള്ള ഇത്തരം കാര്യങ്ങൾ വായിക്കണം, ചെയ്യണം, അതിനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പൊ ഈ 4 ഒബ്ജക്റ്റീവ്സ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്റർ കൊണ്ട് നമ്മൾ പഠിക്കുന്നതിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം നിങ്ങൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ ഈ ചാപ്റ്ററുകളൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിലൊക്കെ അത് അവയെ കൊണ്ടുവരാനൊക്കെ സാധിക്കും. പിന്നെ ജസ്റ്റ് ഞാൻ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കാര്യമായിട്ട് നിങ്ങൾക്ക് ഫുൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള വർക്കാണ്. ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെ അതിനെ വിശദീകരിക്കും, നമുക്ക് സ്വന്തമായി ചെയ്യാനുള്ളതും മോഡലുകൾ പരിചയപ്പെടലൊക്കെയാണ് ഇതിലുള്ളത്. അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ബേസിക് ഒരു വിദ്യാർത്ഥി നിലക്ക്, ഒരു MA വിദ്യാർത്ഥി നിലക്ക് നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പരിചയപ്പെടുത്താം. നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുമായിരിക്കണം നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകേണ്ടത്. ഒന്നാമത്തത് അതിന്റെ കൾച്ചറൽ കോണ്ടസ്റ്റ് മനസ്സിലാക്കണം. കൾച്ചറൽ കോണ്ടസ്റ്റ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അറബി ഏരിയകളില്ല, അല്ലെങ്കിൽ അവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അവിടുത്തെ രീതിയിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ ചില പ്രയോഗങ്ങൾ, ചില ആചാരങ്ങൾ, അല്ലെങ്കിൽ ചില കൾച്ചറലായ സിമ്പിൾസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു പക്ഷേ അത് നമ്മൾ ഡിക്ഷണറി നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭാഷാന്തരം ചെയ്യുന്ന സമയത്തോ അതേ വാക്കുകൾ ഉപയോഗിച്ചത് കൊണ്ട് അത് ശരിയായിക്കൊള്ളണമെന്നില്ല. കാരണം ഇതേ കോണ്ടക്സ്റ്റിലുള്ള ഇതുപോലെയുള്ള ആചാരങ്ങൾ, ഇതുപോലുള്ള സിസ്റ്റം ചിലപ്പോൾ വിശദീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു ടെർമിനോളജി ആയിരിക്കും മറ്റു ഭാഷകളിൽ ഉണ്ടാവുക. അപ്പൊ എന്താണ് ആ സംഗതി എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ മാത്രമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോ നമ്മളൊരു വിഷയം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആശയം കാര്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ആദ്യ പോയിന്റ്. രണ്ടാമത് ഗ്രാമറ്റിക്കൽ ഡിഫറൻസ് ആണ്. ഗ്രാമറ്റിക്കൽ ഡിഫറൻസ് ഒരുപാടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറബി മെത്തേഡ് VSO എന്നുള്ള ആദ്യം വെർബ് പറയും, ഫെയിൽ വരും, പിന്നെ അതിന് ശേഷം ഫായിൽ വരും, പിന്നെ മഫൂൽ വരും. അങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ ഉള്ളത്, ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ. ഇംഗ്ലീഷ് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇംഗ്ലീഷിൽ ആദ്യം വെർബ് വരില്ല, ആദ്യം അതിന്റെ സബ്ജക്റ്റ് ആണ് വരിക, പിന്നെയാണ് വെർബ് വരിക, പിന്നെ ഒബ്ജക്റ്റ് വരിക. അങ്ങനെ ഒരു സ്ട്രക്ചറാണ്. അപ്പൊ നമ്മൾ നേരെ ഒരു പദം എടുത്ത് ആ പദത്തിന്റെ ട്രാൻസ്ലേഷൻ നോക്കി അത് അറബിയിലേക്ക് ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മാച്ച് ആകില്ല. അപ്പൊ ചെയ്യേണ്ടത് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് ബേസിക്കലായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ എന്നുള്ളത് ട്രാൻസ്ലേഷൻ മെത്തേഡേ അല്ല. ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്നുള്ളത് സെന്റൻസ് ബൈ സെന്റൻസ് അല്ലെങ്കിൽ മീനിങ് ബൈ മീനിങ് ട്രാൻസ്ലേഷൻ ആണ്. ഒരു സെന്റൻസ് എടുക്കുന്നു, അതിന്റെ ആശയം എന്താണോ ഈ ആശയത്തെ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആശയം കുറവ് വരാതെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഇത് കൺവേ ചെയ്യാൻ പറ്റും ആ രീതിയിൽ കൺവേ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന്റെ മെത്തേഡ് എന്തും ആയിക്കോട്ടെ, അറബിയിൽ ഇത് പറയുമ്പോൾ ട്രാൻസ്ലേഷൻ എന്നത് ഒഴിവാക്കുക. ഇപ്പോ ഒരു ഇംഗ്ലീഷ് എടുക്കുന്നു, ആ ഇംഗ്ലീഷിന്റെ ആശയം ഇതാണ്, ഈ ആശയത്തെ അറബി ഭാഷയിൽ നമുക്ക് എങ്ങനെ പ്രതിഫലിപ്പിക്കാം എന്ന് നോക്കിയിട്ട് അറബിയിലേക്ക് അതിനെ എഴുതുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെത്തേഡ്. അല്ലാതെ ഓരോ വേർഡ് എടുത്ത് വേർഡ് വെച്ച് നോക്കുമ്പോൾ അതിന്റെ അർത്ഥം വേർഡ് ഉണ്ടാവും, വേർഡ് ഉണ്ടാവും, വേർഡുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ആശയത്തിനുള്ളൊരു ഒരു ഇതുണ്ടാവില്ല. അപ്പൊ ആശയങ്ങൾ ലഭ്യമാകാന്നുള്ള ഏറ്റവും പ്രാഥമികമായ ആത്യന്തികമായ ലക്ഷ്യം. അത് ലക്ഷ്യീകരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ആശയം നമ്മൾ ഉൾക്കൊള്ളണം, ഏത് ഭാഷയിലാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഭാഷയിലേക്ക് ആ ആശയത്തെ ഏത് രീതിയിലാണ് കൺവേ ചെയ്യേണ്ടത് ആ ഭാഷയുടെ രീതിയിൽ നമ്മൾ പ്രയോഗിക്കാൻ ശ്രമിക്കണം. അതാണ് രണ്ടാമത്തെ ഏറ്റവും ബേസിക്കലായ പോയിന്റ്. മൂന്നാമത് പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും തെറ്റ് വരാറുള്ളത് ഇതിന്റെ ജെൻഡർ ആൻഡ് പ്ലൂറൽ വിഷയങ്ങളാണ്. ഇപ്പൊ ഇംഗ്ലീഷിൽ അത്ര ഫോക്കസിങ് അല്ല ഈ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ദേ എന്ന് പറഞ്ഞാൽ അതില് ജെൻഡർ ഇഷ്യൂസ് ഇല്ല, ഹി ഷി അവിടെ ഉണ്ട് എന്ന് മാത്രം. പക്ഷെ അറബിയിൽ അറബിന്റെ ഇറാബ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞതാണ്. ഒരു ഭാഷയിലും ഇല്ലാത്ത അത്രയ്ക്ക് കോംപ്ലക്സിറ്റിയാണ് അറബിയുടെ ഇറാബിനുള്ളത്.
അപ്പൊ ഈ ജെൻഡർ പ്ലൂരലിലുള്ള കൺഫ്യൂഷൻസ് എന്ന് മാത്രമല്ല, സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് തെറ്റ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ ജെൻഡർ പ്ലൂറാലിറ്റി ഇഷ്യൂ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഗ്രാമറ്റിക്കലായ ഒരു പ്രശ്നം കൂടിയാണ് അത്. അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ചെയ്യുമ്പോഴാണ് ഈ കാര്യം കുറച്ചും കൂടി കൺഫ്യൂസിങ് ഉണ്ടാവുക. പിന്നെ നാലാമത്തെ പോയിന്റ് ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് ആണ്. ഇപ്പൊ ഒരു അറബിയിലും ഇംഗ്ലീഷിലും ഒരുപോലെ തന്നെയാണ്, പക്ഷെ അതിന്റെ ആശയങ്ങൾ മാറും. ഇപ്പൊ ഹല്ല എന്ന വാക്കിന്റെ കൂടെ അല വെച്ചാൽ, അല്ലെങ്കിൽ ഹാസന്റെ കൂടെ അല വെച്ചാലും ഇല വെച്ചാലും മിൻ വെച്ചാലും അതിന്റെ ശേഷം വരുന്ന ഹറഫിനനുസരിച്ച് അതിന്റെ ആശയങ്ങൾ മാറാറുണ്ട് അറബിയിൽ. അപ്പൊ അതിൽ നമ്മൾ ഹാസന്റെ അർത്ഥം എടുത്ത് നോക്കിയാൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല, അല്ല ശരിയാകില്ല. കാരണം ഹാസന്റെ ശേഷം വരുന്ന ആ ഹറഫുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിന്റെ ആശയം കിടക്കുന്നത്. അപ്പൊ ആ ആശയം മൊത്തം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ ആശയത്തിന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഒരിക്കലും ഈ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അതിന് ഹാസ് വേറെ ആയിരിക്കും, അല വേറെ ആയിരിക്കും. അപ്പൊ ഈ ഹാസ് അലന്റെ ഒരു ആശയം, ആ ആശയം ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ പ്രതിഫലിപ്പിക്കാൻ പറ്റും ആ രീതിയിലാണ് നോക്കേണ്ടത്. ഇംഗ്ലീഷിൽ അതുപോലെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. പുട്ട് ഓൺ, പുട്ട് ഓഫ്. ഈ പുട്ടിന്റെ അർത്ഥം ഓഫിന്റെ അർത്ഥം നോക്കിയിട്ട് അറബി നമ്മൾ ഉണ്ടാക്കിയാല് അറബി ശരിയാകൂല. ആ പുട്ട് ഓഫിന്റെ ആശയം എന്താണോ അതിന് അറബിയിൽ എങ്ങനെ നമ്മൾ പറയും എന്നത് നോക്കണം. അതിന് ഒരു അറബിയുമായി ബന്ധപ്പെട്ടുള്ള പരിചയങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ മറ്റൊന്ന് സിനണിംസും വേർഡ് ചോയ്സുകളാണ്. ഇപ്പൊ ഈ പ്രത്യേകിച്ച് അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ചെയ്യുമ്പോഴുള്ള ഒരു പ്രയാസമായിരിക്കും അത്. ഇപ്പൊ അറബിയിൽ ഇപ്പൊ നല്ല നല്ല ഈ ഫസീഹായ ലാംഗ്വേജുകളിലൊക്കെ ബി കമാലിഹ, ബി തമാമിഹ, ബി ജാദ്ദിൻ, ബി താമിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സജീവം ജിനാസൊക്കെ ഉള്ള ഒരുപാട് വാക്കുകളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇതേ വാക്കുകൾ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പക്ഷെ അറബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു ആശയത്തിൽ തന്നെ ഒരുപാട് വാക്കുകൾ ഉണ്ടാവും. ഇംഗ്ലീഷിൽ ഒരു പക്ഷെ അതുപോലെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പൊ 4-5 വാക്കുകൾ ഒരുമിച്ച് അറബിയിൽ അതുപോലെ വന്നാൽ ഇംഗ്ലീഷിൽ ഒരേ വാക്ക് എടുക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. കാരണം അങ്ങനെ ഒരുമിച്ച് ഒരേ വാക്ക് പറയില്ലല്ലോ. അപ്പൊ അതിന്റെ മറ്റു ചില വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ നേരെ അതിന്റെ ആ വാക്കുകൾ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അതിനോട് താരതമ്യമുള്ള ഒരു ഏകദേശം ഒരു മാച്ച് ഉള്ള വാക്കുകൾ നമ്മൾ എടുത്ത് കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ എഴുതുന്ന സമയത്ത് ആ അറബിയുടെ മനോഹാരിത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അതിൻ്റെതായ ആ ഒരു മനോഹാരിതയിൽ തന്നെ പി കൊണ്ടാണെങ്കിൽ പി കൊണ്ട് തന്നെ മാച്ച് ചെയ്യുന്ന മറ്റൊരു വാക്കുകൾ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുള്ള ആ മനോഹാരിത കൂട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് റൈറ്റിംഗ് സമയത്ത് അതൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഒന്ന് സെമാന്റിക് ഫ്ലെക്സിബിലിറ്റി ആണ്. നേരത്തെ പറഞ്ഞു അറബി എന്നുള്ളത് കൂടുതൽ അർത്ഥങ്ങൾ, നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ഒരു വാക്കേന്റെ പല അർത്ഥങ്ങൾ ഉണ്ടാവും. അപ്പൊ ഉദാഹരണം അയിന് എന്ന് പറഞ്ഞാൽ അരുവി എന്ന അർത്ഥമുണ്ട്, കണ്ണ് എന്ന അർത്ഥമുണ്ട്, സ്പൈ എന്ന അർത്ഥമുണ്ട്. പിന്നെ അതേ ഇപ്പൊ ബി ഐനിഹ എന്ന് പറഞ്ഞാൽ അത് തന്നെ എന്ന അർത്ഥമുണ്ട്. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ അയിനുണ്ട്, വെറും അയിന് എന്ന വാക്കുകൊണ്ട്. അപ്പൊ ഈ അയിനിന്റെ ആ ഒരു കോണ്ടക്സ്റ്റിൽ അയിനുന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമാണ് ആ അയിനിന്റെ യഥാർത്ഥമായ ട്രാൻസ്ലേഷൻ പറ്റുള്ളൂ. നമ്മൾ അയിനെന്ന് ഇംഗ്ലീഷിൽ അടിച്ചു നോക്കിയാൽ അതിന്റെ ട്രാൻസ്ലേഷൻ ആയിട്ട് ഇതൊക്കെ വരും. ഒരു 10-15 വാക്ക് വന്നാല് ഈ 15 വാക്കും ഒരേപോലെ മാച്ച് ഉള്ള വാക്കുകളായിക്കൊള്ളണമെന്നില്ല. വാക്കുകളല്ല, മാച്ച് ഇല്ലാത്ത വാക്കുകളാണ്. അപ്പൊ ഇവിടെ ഇതിൽ ഏറ്റവും ഫിറ്റ് ആയത് ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നല്ലൊരു ട്രാൻസ്ലേറ്റർ ആകാൻ പറ്റുള്ളൂ. ബേസിക്കലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും വേർഡ് ബൈ ട്രാൻസ്ലേഷൻ എന്നുള്ളത് ഈ ട്രാൻസ്ലേഷന്റെ മെത്തേഡേ അല്ല, അതിന്റെ ആശയം ഉൾക്കൊള്ളുക. ഈ ആശയത്തെ നമുക്ക് മറ്റു ഭാഷയിൽ പറയുമ്പോൾ ഏത് രീതിയിൽ പറയണം ആ രീതിയിൽ പറയുക എന്നുള്ളതാണ്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് ഈ നെഫറും മുഹാവറയും അത് പ്രാക്ടീസിംഗ് ഒക്കെ ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇതേപോലെ നല്ലൊരു ബെസ്റ്റ് ട്രാൻസ്ലേറ്റർ ആകണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ എല്ലാ യൂണിറ്റിലും എല്ലാ ഭാഗത്തും ഓരോ സബ് വിഭാഗ ഡിവിഷൻസുകളുണ്ട്. അതിന്റെ കൂടെ എല്ലായിടത്തും ഒരുപാട് ആക്ടിവിറ്റീസുകൾ, അതാണ് അതിന്റെ പ്രത്യേകത. നല്ല ഒരു ഒതന്റിക് ആയ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് പരിഗണിക്കാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ്. അപ്പൊ അതിൽ ഈ ആക്ടിവിറ്റീസ് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. ഏകദേശം വ്യത്യസ്തമായ ആക്ടിവിറ്റീസുകൾ ഉണ്ട്. കോമൺ ആയിട്ടുള്ള 5 ആക്ടിവിറ്റീസുകളാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ നീളം ഉള്ളത്. ഒന്ന് ക്വസ്റ്റ്യൻ ആൻസറിങ് ആണ്. ഇത് നിങ്ങൾക്ക് ആ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ആ കാര്യം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ. പിന്നെ 5ാമത്തെ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെയാണ്. നിങ്ങൾ ഈ 2-3 കാര്യങ്ങൾ ഒരു കാര്യം വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മളെ മേക്കിങ്ങും കമ്പോസിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ 3ഉം 4ഉം ഫോർമേഷൻ ഓഫ് സെന്റൻസ് ഉണ്ട്. ഫോർമേഷൻ ഓഫ് സെന്റൻസ് നമ്മൾ ഒരുപാട് വായിച്ചതുകൊണ്ട് ഒരിക്കലും ഉണ്ടാകില്ല. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സെന്റൻസ് മേക്കിങ്ങിനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയുള്ളൂ.
ഇപ്പൊ കമ്മ്യൂണിക്കേഷന്റെ രംഗത്താണെങ്കിൽ നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അവസരങ്ങൾ ഉണ്ട് എന്നല്ല, പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇത്തരം സംസാരിക്കാനൊക്കെ താല്പര്യമുള്ള ഒരാളെന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് ഡെവലപ്പ് ആവുകയുള്ളൂ. ഒരുപാട് ഡാറ്റകളും അല്ലെങ്കിൽ ഒരുപാട് വാക്കുകളും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നത് കൊണ്ട് മാത്രം ഇത് ഡെവലപ്പ് ആവില്ല. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമേ ഡെവലപ്പ് ആവുകയുള്ളൂ. അപ്പൊ ഈ ഫോർമേഷൻ ഓഫ് സെന്റൻസ് എല്ലാ യൂണിറ്റിലും നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. മറ്റൊന്ന് ട്രാൻസ്ലേഷൻ ആണ്. അപ്പൊ ഇതില് ഒരു ട്രാൻസ്ലേഷന്റെ മോഡലുകൾ കാണിക്കും, ഇതിന്റെ പാരകൾ വ്യത്യസ്തമായിട്ടുള്ള മോഡലുകൾ ഇതിലുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അതൊക്കെ വെച്ചിട്ട് ഈ ടെർമിനോളജി ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ സ്വയം ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്തായാലും പ്രാക്ടീസ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് സ്പോണ്ടാനിയസ് ആയിട്ട് അക്യുറേറ്റ് ആയ രീതിയിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ ആക്ടിവിറ്റീസുകൾ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ് ആദ്യമേ പറയാനുള്ളത്. നമുക്ക് ഇതിന്റെ ചാപ്റ്ററുകൾ ഒന്ന് പരിചയപ്പെടാം. 9 ഏരിയകളാണ് ഇതിലുള്ളത്. ആദ്യത്തെ ഏരിയ തർജുമയുടെ മബാദിയു തർജുമ അൽ അസാസിയ വനദരിയാത്തോ മബാദിയു തർജുമ വനദരിയാത്തോ. ചില ട്രാൻസ്ലേഷന്റെ ഐഡിയോളജികൾ, അതിന്റെ തിയറികൾ, എവിടെ നിന്ന് ട്രാൻസ്ലേഷൻ തുടങ്ങി, അതിന്റെ വേറെ വേറെ ഫോർമാറ്റുകൾ, അതൊക്കെ പരിചയപ്പെടുന്ന ഒരു ആദ്യ യൂണിറ്റ് ആണ്. ഇതിന്റെ ഹിസ്റ്ററി, ട്രാൻസ്ലേഷന്റെ ഹിസ്റ്ററിയാണ് വിശദീകരിക്കുന്നത്. അതിൽ ട്രാൻസ്ലേഷന്റെ ഡെഫിനേഷൻസ് ഉണ്ട്, അതിന്റെ അക്സാമു തർജുമ ഇനങ്ങളുണ്ട്, പിന്നെ ട്രാൻസ്ലേഷന്റെ താരീഖ് ചരിത്രം പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട അറബികളിൽ ഒരുപാട് മൂവ്മെന്റുകൾ ഉണ്ട്, ഹർക്കാത്തുകൾ ഉണ്ടായിട്ടുണ്ട് വ്യത്യസ്തമായ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് അസുൽ അബ്ബാസിയിൽ ഒരുപാട് തർജുമയുടെ, പ്രത്യേകിച്ച് അബ്ബാസി പീരീഡിലെ ആമീൻ, മഅ്മൂൻ, ഹാറൂൺ റഷീദ് എന്നിവരുടെ കാലത്തൊക്കെ വ്യത്യസ്തമായ ഭാഷകളിൽ പ്രശസ്തമായ കൃതികളൊക്കെ അറബിയിലേക്ക് തർജ്ജമപ്പെടുത്തിയ സംഗതികളൊക്കെ ഉണ്ട്. ഒരു തർജ്ജമയുടെ ട്രാൻസ്ലേഷൻ വിപ്ലവം അങ്ങനെ സൃഷ്ടിച്ച സമയമാണ് ഈ അബ്ബാസി പീരീഡ് ഒക്കെ. പിന്നെ അന്തലൂസിയൻ, സ്പെയിൻ ലിറ്ററേച്ചറിലും ഇതുപോലെ ട്രാൻസ്ലേഷൻസുകൾ ഉണ്ട്. അതിനുശേഷം നദീരത്ത് തർജ്ജമ, അറബിയിൽ മാത്രമല്ല മൊത്തത്തിലുള്ള ട്രാൻസ്ലേഷൻ തിയറീസുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ആദ്യ ഭാഗം. പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്. അത് ഈ മൻഫുലൂത്തിയുടെയും ത്വഹ ഹുസൈന്റെയും ഒക്കെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ട്രാൻസ്ലേഷന്റെ മെത്തഡുകൾ പരിചയപ്പെടുത്തിയുള്ള ഒരു ഭാഗമാണ്. പിന്നെ അടുത്തൊരു ഏരിയ ഉള്ളത് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യലുമായി ബന്ധപ്പെട്ട ട്രാൻസ്ലേഷൻ ആണ്. അപ്പൊ ഈ കാരണം ഇത്തരം കാര്യങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പൊളിറ്റിക്കൽ ടെർമിനോളജീസ് ആവശ്യമുണ്ട്, സോഷ്യൽ ടെർമിനോളജീസ് ആവശ്യമുണ്ട്. അപ്പൊ ഈ അതുകൊണ്ടാണ് വ്യത്യസ്തമായ മേഖലകൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയൊക്കെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ നാച്ചറുള്ള വർക്കുകളെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഈ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ നാച്ചറുള്ള ഒരുപാട് വാക്കുകൾ, വെക്കാബുലറീസുകൾ, അസറ്റുകൾ ഉണ്ടാക്കിയെടുക്കുക. ചില എക്സ്പ്രഷൻസുകൾ, അറബിക് എക്സ്പ്രഷൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് പ്രതിഫലിപ്പിക്കേണ്ടത് എന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ ഇത്തരം ഭാഷകൾ പ്രത്യേകിച്ച് ന്യൂസ് പേപ്പറുകളിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ്. അറബിക് സോഷ്യൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ന്യൂസ് പേപ്പറിലൊക്കെ വരിക. അപ്പൊ ആ പേപ്പറൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരം വാക്കുകളെ കുറിച്ചൊക്കെ പരിചയപ്പെടേണ്ട അനിവാര്യതയുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നതുകൊണ്ട് ലക്ഷ്യം. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മക്കാലകൾ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഉണ്ട്, മുസ്തഖ്ബലുൽ അലാഖാത്തി ദുവലിയ ഫി ദില്ലി തതവ്വുരി ടെക്നോളജി അൽ ഹർബിയ ലിൽ ബുൽദാൻ മുത്തഖദ്ദിമ. ഈ ഡെവലപ്പിംഗ് രാജ്യങ്ങൾ, വൻകിട രാജ്യങ്ങൾക്ക് പുതിയ വാർ ടെക്നോളജികളൊക്കെ ഡെവലപ്പ് ആകുന്നത് മൂലം ആ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് എന്ന് ചർച്ച ചെയ്യുന്ന ഒരു മക്കാലയാണ്. അപ്പൊ ഇതില് വാർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകൾ വരും. പിന്നെ ഈ മോഡേൺ ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വാക്കുകളും പ്രയോഗങ്ങളൊക്കെ അതിൽ വരും. അപ്പൊ അത് ഇത്തരം ചർച്ചകൾ, പ്രത്യേകിച്ച് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഏരിയകൾ പരിചയപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരു ചാപ്റ്ററാണ്. പിന്നെ അടുത്തൊന്ന് തിജാരിയായ ബിസിനസ് അല്ലെങ്കിൽ തിബിയ മെഡിക്കലുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അപ്പൊ അതില് തിജാർ ദുവൽ ഇന്റർനാഷണൽ ട്രേഡിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അഹ്ദസു തഖ്നിയാത്തി തിബ്ബി വൽ ഇലാജ്, പുതിയ ന്യൂ മെഡിക്കൽ ആൻഡ് ട്രീറ്റ്മെന്റ് ടെക്നിക്സുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ തിജാറാത്തു ഇലക്ട്രോണിയ, ഈ ട്രേഡ് ടെലി മെഡിക്കൽ, ഫോണിലൂടെയൊക്കെ ഡോക്ടറെ പോയി കാണാതെയുള്ള ഡയഗ്നോസിങ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് മെത്തേഡുകളൊക്കെയാണ് മെഡിക്കൽ ഫീൽഡിലുള്ള. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള മക്കാലകളൊക്കെയാണ്. അപ്പൊ ഈ മെഡിക്കൽ അതുപോലെ ബിസിനസ് രംഗത്തുള്ള വാക്കുകളും പ്രയോഗങ്ങളൊക്കെ പരിചയപ്പെടാൻ ഈ ചാപ്റ്റർ നമുക്ക് ഉപകരിക്കും. പിന്നെ ഒന്ന് സയൻസ് ആൻഡ് ആർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇൽമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രാൻസ്ലേഷൻ ആണ്. അപ്പൊ അതിൽ അൽ ഇൽമു ടെക്നോളജി ഉണ്ട്, ടെക്നോളജി. പിന്നെ അൽ അംനു സൈബറാനിയ, സൈബർ സെക്യൂരിറ്റിയെ കുറിച്ചുള്ള വിഷയങ്ങളുണ്ട്. പിന്നെ ബാദുൽ മുസ്തലഹാത്തുൽ അസാസിയ അല്ലത്തി യജിബു അൻ ആരിഫ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ ഫീൽഡിൽ പ്രത്യേകിച്ച് സയൻസ് മേഖലകളിലൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രത്യേക ടെർമിനോളജികളൊക്കെ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന് ലിറ്റററി ട്രാൻസ്ലേഷൻ ആണ്. ആ തർജുമ അൽ അദബിയ എന്ന് പറയും.
അപ്പൊ ഈ ലിറ്റററി ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ മറ്റു ഫോർമൽ ട്രാൻസ്ലേഷനെ പോലെയല്ല. ലിറ്റററി ട്രാൻസ്ലേഷൻ ആകുമ്പോൾ ഈ ഒരു അദബ് എന്ന് പറഞ്ഞാൽ സാഹിത്യപരമായി മനുഷ്യന്റെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണല്ലോ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ. അപ്പൊ അതേ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഷ തന്നെ ആ ട്രാൻസ്ലേഷൻ ഉണ്ടായിരിക്കണം. ഫോർമൽ ട്രാൻസ്ലേഷൻ ആകുമ്പോൾ ഫോർമൽ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആയിരിക്കും ഉണ്ടാവുക. ഇൻഫോർമൽ ആകുമ്പോൾ ഇൻഫോർമൽ ആയ രീതിയിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാല് ആ ഭാഷയിലെ ബേസിക്കലായിട്ട് എഴുതിയ രേഖപ്പെടുത്തപ്പെട്ട ഭാഷയില് ആ എഴുത്തുകാരൻ ഉൾക്കൊള്ളുന്ന ആ എഴുത്തുകാരന്റെ ഫീലിങ്ങിനെ ഇമോഷൻസിനെ ഒക്കെ മറ്റുള്ളവർക്ക് കൺവേ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഭാഷാന്തരം ചെയ്യുമ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പൊ നല്ലൊരു സാഹിത്യപരമായ നല്ല ഭാഷയൊക്കെ ഉള്ള ഒരു റഷ്യൻ ടോൾസ്റ്റോയുടെ ഒരു കൃതി ക്രൈം ആൻഡ് പണിഷ്മെന്റ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന സമയത്ത് ആ വായനക്കാരന് ടോൾസ്റ്റോയുടെ ക്രൈം ആൻഡ് പണിഷ്മെന്റ് റഷ്യൻ ലാംഗ്വേജിൽ വായിക്കുന്ന അതേ ഫീലിംഗ് മലയാളത്തിൽ കുറ്റവും ശിക്ഷയും വായിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. അത് ഉണ്ടാകാൻ എന്തൊക്കെ രീതിയിലുള്ള മലയാളത്തിന്റെ ഭാഷാ പൊടിക്കൈകളാണോ ചേർക്കേണ്ടത്, ചേരുവകൾ ഉൾക്കൊള്ളിക്കണോ, അതൊക്കെ ഉൾക്കൊള്ളിച്ചാൽ മാത്രമാണ് തനതായ ഒരു അദബിയായ ട്രാൻസ്ലേഷനായി മാറുകയുള്ളൂ. അപ്പൊ ഈ അത്തരം ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അത്തരം ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടത് എന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിൽ കുറച്ച് മസാലകൾ കൊടുത്തിട്ടുണ്ട്. നജാഹ് വിജയത്തെ കുറിച്ച് പറയുന്നുണ്ട്. കം തഈഷുൽ ലാബ് ഈ ഗെയിംസുകളുടെ ഒക്കെ കാലാവധി എത്ര മാത്രം അതിജീവിക്കും എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ കൈഫ തുഹ്സിനു ദാക്കിറത്തുക നിന്റെ ദാക്കിറത്തുക എങ്ങനെയാണ് നിനക്ക് ദാക്കിറത്തുക നിങ്ങളുടെ മെമ്മറി നല്ല മെമ്മറി ഇന്റലിജൻസ് കപ്പാസിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള മക്കാലകളൊക്കെ ആയിട്ട്. പിന്നെ അടുത്തതൊന്ന് പ്രോസുകളാണ്. പിന്നെ റിപ്പോർട്ടുകൾ, ലെറ്ററുകൾ. അപ്പൊ ഇതൊക്കെ ഓരോ വ്യത്യസ്ത മേഖലകളാണ്, സ്പെഷ്യലൈസ്ഡ് ആയ മേഖലകളാണ്. അപ്പൊ ഈ മേഖലകളിലൊക്കെ ഫോർമലായി ഇൻഫോർമൽ ആയിട്ടുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ വേറെ വേറെ പരിചയപ്പെടണം. ഇപ്പൊ ഉദാഹരണം സെമിനാറുകൾ, കോൺഫറൻസുകൾ, കൺവെൻഷൻസുകൾ, പ്രൊജക്ടുകൾ. അപ്പൊ ഇതിനൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് വേറെ മോഡലിലാണ്. അപ്പൊ അതിനൊരു ഫോർമാറ്റ് നമുക്ക് കിട്ടിയാൽ അടുത്ത തവണ നമുക്ക് എഴുതുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ആ ഒരു ഫോർമാറ്റിൽ തന്നെ സംസാരിക്കാനും എഴുതാനും പറ്റും. പിന്നെ അടുത്ത പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ മാറ്റർ ലെറ്റർ എഴുതാൻ പറ്റും. അതുപോലെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ഉണ്ട്. റിപ്പോർട്ട് മേക്കിങ്ങിന്റെ ഫോർമാറ്റുകൾ, വ്യത്യസ്തമായ രീതികൾ. അപ്പൊ റിപ്പോർട്ട് മേക്കിങ്ങിന്റെ സ്ട്രക്ചർ പ്രധാനമാണ്, അത് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ അതിൽ പ്രയോഗിക്കേണ്ട ടെർമിനോളജികൾ പ്രധാനമാണ്, അതിന്റെ ഫോർമാറ്റും പ്രധാനമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്റെ ലക്ഷ്യം. പിന്നെ ഒന്ന് സ്റ്റോറികളുടെ ട്രാൻസ്ലേഷൻ ആണ്. രണ്ട് സ്റ്റോറികളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് അൽ അസദു മലിക്കുൽ ഗാബത്തി വൽ ഫൗറു സഗീർ എന്നൊരു സ്റ്റോറി ഉണ്ട്. പിന്നെ ഒന്ന് ഹിക്കായത്തുൻ നസർ, ഈഗിളിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. അപ്പൊ രണ്ട് സ്റ്റോറികൾ ചെറിയ സ്റ്റോറികളാണ്. അപ്പൊ സ്റ്റോറിയുടെ ട്രാൻസ്ലേഷൻ വേറെ ഫോർമാറ്റ് തന്നെയാണല്ലോ. പിന്നെ അടുത്ത ഒന്ന് അപ്പൊ ഇത്തരത്തിലുള്ള 9 ചാപ്റ്ററുകളാണ് ഉള്ളത്. അപ്പൊ ചുരുക്കി പറയാനുള്ളത്, ഈ ചാപ്റ്ററിനെ അലാബറേറ്റ് വിശദീകരിക്കുന്നില്ല. ഈ ചാപ്റ്ററുകൾ വ്യത്യസ്തമായ മേഖലകളിലുള്ള ചാപ്റ്ററുകളാണ്. അപ്പൊ ഈ ചാപ്റ്ററുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ എന്തായാലും ഓർത്ത് വെച്ചിരിക്കണം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും എൻഷുറിംഗ് ദാറ്റ് നോ ഇൻഫോർമേഷൻ ഈസ് ഒമിറ്റഡ് ഓർ ആഡഡ്. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ യഥാർത്ഥ അപ്പോ നിങ്ങൾ സ്പീച്ചിലൊക്കെ ഉണ്ടാവും, ചില കോമഡി സ്പീച്ചിലൊക്കെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്റെ ആശയങ്ങളായിരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങളാവില്ല വക്താവ് സംസാരിക്കാം. പക്ഷെ ഞാൻ സംസാരിക്കേണ്ടത് എന്താണ്, അയാൾ പറഞ്ഞ അതേ ഭാഷയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഒരു പക്ഷെ എന്റെ ആദർശം, എന്റെ ആശയം വേറെ ആയിരിക്കാം. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ അയാളത് ഭാഷ ഒഴിവാക്കിയിട്ട് എന്റേതായ ആശയം സംസാരിക്കുക എന്നുള്ളത് ശരിയല്ല. അത് എന്റെ ആശയം, എനിക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ പറയണം. ഇത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്റർ എന്ന റോള് നിർവഹിക്കുമ്പോൾ ആരുടെ ഭാഷയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അത് തന്നെ പറയണം. ചിലപ്പോൾ ആഡ് ചെയ്യാനും പാടില്ല, ഒഴിവാക്കാനും പാടില്ല. അപ്പൊ അതാണ് ഏറ്റവും പ്രാഥമികമായ ലക്ഷ്യം. നമ്മളിപ്പോ ഒരു മക്കാല ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിലെ ആശയങ്ങൾ പൂർണ്ണമായിട്ടും എന്തായിരിക്കണം, അയാളുടെ ആശയങ്ങളായിരിക്കണം. നമ്മുടെ ആശയങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളുടെ ആശയങ്ങൾ ഒഴിവാക്കാനോ പാടില്ല. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, എക്സ്പ്രഷൻസുകൾ ഉണ്ടാകും. ആ എക്സ്പ്രഷൻസുകളായിരിക്കും അതിലെ മറ്റുള്ള ആളുകളുടെ വായനക്കാരുടെ വികാരങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന എക്സ്പ്രഷൻസുകൾ. അപ്പൊ അതൊക്കെ എന്തായാലും ഉൾക്കൊള്ളിക്കണം, എങ്കിൽ മാത്രമേ യഥാർത്ഥ ആശയം കൺവേ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ഒന്ന് അതിലുള്ള മെറ്റഫറുകൾ, ഇസ്തിയാറത്തുകൾ ഉണ്ടാവും. പിന്നെ കൾച്ചറൽ റെഫറൻസുകൾ ഉണ്ടാവും. ഇതൊക്കെ ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അതുപോലെ ഒരിക്കലും ആശയം ശരിയാകില്ല. അസ്സൈഫുൽ അയ്യാത്തിൽ ലബന എന്ന് പറഞ്ഞാൽ അതിന് അസ്വൈഫിന്റെ അർത്ഥം നോക്കിയിട്ട് ഇവിടെ വിന്റർ, പിന്നെ ലയ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ലോസ്റ്റ്, അൽ ലബന എന്ന് പറഞ്ഞാൽ മിൽക്ക് എന്ന് വിന്റർ ലോസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാല് അവിടെ അതിന്റെ അങ്ങനെ ഒന്നുമല്ല അതിന്റെ ആശയങ്ങള്. പിന്നെ അതിന്റെ ഒരു പ്രയോഗം ഉണ്ട്, ഒരു കോണ്ടസ്റ്റ് ഉണ്ട്. ആ കോണ്ടസ്റ്റ്
നോക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ആശയം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കോൺടെക്സ്റ്റ് എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് ഈ ഒരു സംഗതിക്ക് എന്തായാലും അതിന്റെ പ്രത്യേകിച്ച് പ്രോവർബാണ്, ആ പ്രോവർബിന് എന്തായാലും ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്ന അതുമായി അതേ കറക്റ്റ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധമുള്ള സാമ്യമുള്ള ഒരു പ്രോവർബ് ഉണ്ടായിരിക്കും, അത് നമ്മൾ അടുത്ത് പ്രയോഗിക്കണം. അതുപോലെ കൾച്ചറൽ റെഫറൻസുകൾ അങ്ങനെയാണ്, ഡയറക്റ്റ് ആയിട്ടല്ല ആശയപരമായിട്ടുള്ള ട്രാൻസ്ലേഷൻ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഇതിന്റെ ടോണുകൾ ഉണ്ട്, സ്റ്റൈലുകൾ ഉണ്ട്, ലെവൽ ഓഫ് ഫോർമാലിറ്റികൾ ഉണ്ട്, അതൊക്കെ മാച്ച് ആയിരിക്കണം. ഒരാൾ നല്ല ഇപ്പൊ സംസാരിക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ട് ഒരു കാര്യം പറയാണ്, അപ്പൊ നമ്മൾ ചിരിച്ചുകൊണ്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താല് അയാൾ പറയുന്ന ആ ടോൺ ഇവിടെ മാറി. അല്ലെങ്കിൽ ഒരാൾ നല്ല ഭാഷപരമായിട്ട് പറയുകയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ രണ്ട് വാക്കുകളൊക്കെ ഒരുമിച്ചുകൊണ്ട് നല്ല നല്ല ഭാഷയുള്ള മനോഹരമായ ഒരു അറബി ഭാഷയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ അതിന്റെ മനോഹാരിത നഷ്ടപ്പെടുന്നു. അപ്പൊ അതിന്റെ ടോണും സ്റ്റൈലും ഒക്കെ കീപ്പ് ചെയ്യാന്നുള്ളത് ഒരു ട്രാൻസ്ലേറ്ററുടെ ധാർമ്മികപരമായ ഉത്തരവാദിത്തമാണ്. അവസാനമായിട്ട് പറയാനുള്ളത്, ട്രാൻസ്ലേറ്റേഴ്സ് പേഴ്സണൽ വ്യൂസ് ഷുഡ് നോട്ട് ഇന്റർഫിയർ വിത്ത് ട്രാൻസ്ലേറ്റേഴ്സ് അക്യൂറസി. നമ്മുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ ഒരിക്കലും ഇതിൽ ഇടകലർത്താൻ പാടില്ല. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താണോ ഭാഷയിൽ ഉള്ളത് അത് നമ്മൾ ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പൊ ഇത് ഞാൻ ഇത്ര കാലത്ത് പറഞ്ഞത് നമ്മുടെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു നിലക്കുമല്ല. പരീക്ഷ ബന്ധപ്പെടാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാവും, വളരെ സിമ്പിളായ കുറച്ച് വാക്കുകൾ അത് അതിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. പിന്നെ കുറച്ച് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഭാഷകൾ ഉണ്ടായിരിക്കും, അത് ഒരു ബേസിക്കായ ഭാഷയും ഒരു ബേസിക്കലായ അറിവുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ട്രാൻസ്ലേഷൻ ആണ് ഉണ്ടാവുക. ഇത് ജനറൽ ആയിട്ട് അറബി കാഴ്ചപ്പാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഇത്ര നല്ല ടെക്സ്റ്റ് ബുക്ക് കൈ കിട്ടിയിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ട. നല്ല പ്രായോഗികമായിട്ട് നമ്മുടെ ജോബിനും കരിയറിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാവണം എന്ന് മാത്രമാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ബാക്കിയൊക്കെ ടെക്സ്റ്റ് ബുക്കിലൂടെ നിങ്ങൾ പരിചയപ്പെടുക. ശുക്രൻ, ജസാക്കുമുള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.